കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. വളരെ പല കാര്യങ്ങളുമുണ്ട്. അടിമട്ടണയിൽ എന്താണ് അത് ആദ്യത്തെ ഒരു പ്രതികരണം? അല്ല, ആദ്യത്തെ പ്രതികരണമല്ല, ഞാൻ അന്ന് തന്നെ അപ്പം തന്നെ പ്രതികരിച്ചിരുന്നല്ലോ. എൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ചില്ലക്ഷരം കൊണ്ട് പോലും കള്ളം പറയാത്ത കള്ളം. ചിരിക്കണ്ട അസല് ചിരിയല്ലേ അത്? അതിനെക്കുറിച്ച് അത്ര എനിക്ക് പറയാനുള്ളൂ. സത്യം തന്നെയല്ലേ. അച്ഛൻ പറഞ്ഞതിനേക്കാൾ അപ്പുറം എന്താണ് ഇവിടെ ഉള്ളത്? അത് തന്നെയാണ് ആദ്യ പ്രതികരണം. സാർ, അത് ഒരു പുതിയ വിഷയമല്ലല്ലോ. അത് കാലാകാലങ്ങളിലായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ബാലൻ സിനിമ മുതൽ തുടങ്ങിയ കാര്യം തന്നെയാണത്. ഈ ഹരാസ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത് സെക്ഷൽ ഹരാസ്മെന്റ് ആയിരിക്കുമല്ലോ. അത് പുതിയൊരു വിഷയമൊന്നും അല്ല. അത് കാലാകാലങ്ങളിലായിട്ട്, അതിന് ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പല നല്ല വേറെ വിഷയങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അത് പക്ഷേ ആരും ഹൈലൈറ്റ് ചെയ്ത് കാണുന്നില്ല എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട്. പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് കമ്മിറ്റി കൃത്യമായിട്ട് 15 എന്നൊരു നമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ അവരാരൊക്കെയാണെന്നുള്ളത് അവരുടെ ഉള്ളിൽ മാത്രമുള്ള ഒരു രഹസ്യമായിട്ടാണ് തൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യം അതിൻ്റെ പല രേഖകളും വെളിയിൽ വരാത്തിടത്തോളം കാലം. പിന്നെ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്ന ആദ്യത്തെ ആളൊന്നും അല്ല ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. ആണോ? അല്ല. ഇതിനു മുമ്പ് 2015 ആണെന്ന് തോന്നുന്നു വിനയൻ്റെ ഒരു വിധി, അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ആ ജഡ്ജ്മെൻറ്റിനാൽ എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിൽ വിനയൻ പരാതി കൊടുക്കുക. അതിൻ്റെ പുറത്ത് ആ ജഡ്ജ്മെൻറ്റിൽ എത്ര പേർക്കാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇപ്പോൾ, പിഴ ശിക്ഷ ഈടാക്കിയിട്ടുണ്ട് അവരുടെ നിന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞ ആൾക്കാരാണ്. അവരുടെ ജാതകവും അവരുടെ പേരും അവരുടെ അക്കൗണ്ട് നമ്പർ വരെ അതിനകത്തുണ്ട്. അങ്ങനെ ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടോ? പുറമേ വരുന്നത് നമ്മൾ പറയരുത്. നിഗമനം ഒരിക്കലും എന്താണ്, അല്ലെങ്കിൽ അത് നമ്മൾ അല്ല. ഹേമ കമ്മിറ്റി അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ വാചകത്തിൽ നമുക്ക് പിടിക്കാം. ഹേമ കമ്മിറ്റി എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, അങ്ങ് ചോദിച്ച വിഷയത്തിന് അപ്പം പിന്നെ അതിനെക്കുറിച്ച് എനിക്ക് മറുപടിയില്ല. അതേനെ ഞാൻ ചോദിച്ചേ. അങ്ങ് ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. അവിടെ വാ. അങ്ങനെ അല്ല, മന്ത്രി എന്നൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ മറുപടി പറയുന്നത് ശരിയല്ല. അതെന്റെ കുറ്റമല്ല. അറിയാം, ആത്മാ പ്രസിഡന്റ്, ഇപ്പൊ അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ആരാന്ന് പറയാൻ പറ്റുമോ? ആരാണ്? അതായത് ആദ്യമേ സോമേട്ടൻ ഇരുന്നിട്ടുണ്ട്, മധു സാർ ഇരുന്നിട്ടുണ്ട്, പിന്നെ ഇന്നസെന്റ് ഇരുന്നിട്ട്, ലാലേട്ടനുണ്ട്, അങ്ങനെ പലരും മാറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെയാണ് അതെന്തുകൊണ്ടാണ്? അതിനകത്ത് ബൈലോയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആയുഷ്കാല പ്രസിഡന്റ്. അതുകൊണ്ടാണ് ഞാനും പറയുന്നു അദ്ദേഹമാണ്. പിന്നെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ.